എന്തിന്റെ പേരിലായാലും ഏട്ടത്തി നമ്മളോട് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോ ഇതെല്ലാം ആൾക്കാരറിഞ്ഞ നാണക്കേടാ. അപ്പോ ഏട്ടത്തെ കാണാത്തതിലുള്ള വിഷമമല്ല നിനക്ക്, നാണക്കേടാ നിന്റെ പ്രശ്നം. എന്താ അവള് പറഞ്ഞത് ശരിയല്ലേ? നാണക്കേട് തന്നെയാ അന്തസ്സും അഭിമാനമുള്ള കുടുംബത്തിൽ പിറന്നവർക്ക്. അല്ലാതെ അവളെപ്പോലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഇനിയിപ്പോൾ കുടുംബമഹത്വവും ജീവചരിത്രവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളെ കണ്ടുപിടിക്കാനുള്ള മാർഗം നോക്ക്. അളിയൻ ഇന്ന് ഒരുപാട് അലഞ്ഞ മട്ട, എവിടെയൊക്കെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഇനി ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിയെങ്ങാനും പോയോ? പറയാൻ പറ്റില്ല, സ്വഭാവം അതാ. സുഗുനെ അവൾക്കത്ര ബോധിച്ചു കാണില്ല. യോജിച്ചാളെ കണ്ടുപിടിച്ച് അവസരം നോക്കി പോയതാവും. എവിടെ പോയാലും ഒരു ഗതിയും പിടിക്കില്ല നാശത്തിന്. എടി മൂദേവി, എവിടെയായിരുന്നടി നീ? എടി നിന്നെ ഞാൻ. അമ്മായി നിന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കണ്ട. തഞ്ചത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാൻ? ഈ നിമിഷം ഞാൻ അവളെ ഇറക്കി വിടാൻ പോവാ. ഓ അമ്മായി ഇങ്ങനെ എടുത്ത് ചാടാതെ. ഇറക്കി വിടണോ കയറ്റി വിടണോ എന്നൊക്കെ നാളെ കാലത്തെ നമുക്ക് തീരുമാനിക്കാം. ആളിയനൊന്ന് ബോധം തെളിഞ്ഞോട്ടെ, അതല്ലേ എൻ്റെ ശരി. എവിടെയായിരുന്നു ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ പോയത് കണ്ടോ? അഹങ്കാരി. അവളെ ഇപ്പൊ ഇറക്കി വിടുക വേണ്ടത്. അമ്മായി ഒന്ന് അടങ്ങ്, ഞാൻ നയത്തിലൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. കല്യാണി എവിടെ പോയതായിരുന്നു? നടക്കാനുള്ളതെല്ലാം നടന്നു. ഇനി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ദേ അമ്മയൊക്കെ ആദ്യം പിടിച്ചിരിക്കുക. കല്യാണി എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. ഇന്നലെ കല്യാണി എവിടെയായിരുന്നു? ഇങ്ങോട്ട് നോക്കിയേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഭദ്രേട്ടനല്ലേ പറയുന്നത്? പറ, ഇന്നലെ കല്യാണി എവിടെയായിരുന്നു? ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവള് മറുപടി പറയില്ല ഭദ്ര. പഠിച്ച കള്ളിയാ. ഇങ്ങോട്ട് മാറ്, ഞാനിപ്പോ പറയിക്കാം ഇവളെവിടെയായിരുന്നു. അല്ല അമ്മായി, എടി എവിടെയായിരുന്നു ഇന്നലെ? ചേച്ചി പറയും. ചേച്ചി ഒന്ന് പറയേച്ചി, ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ചേച്ചിയെ കൊല്ലും. എടി നീ അത്ര ദീനാനുകമ്പൊന്നും കാണിക്കണ്ട. ഇവളുടെ കൂടെ ചേർന്ന് ആ സ്വഭാവം കണ്ടുപഠിച്ചാലുണ്ടല്ലോ, ഭൂമിക്ക് മേലെ വെച്ചേക്കില്ല ഞാൻ. എവിടെ പോയതാണ് എന്താണെന്നും പറയാതെ ഇങ്ങനെ മോയിക്കൊണ്ടിരുന്ന നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട.
കേട്ടോടി ശാവം. അതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? തോൽപ്പിച്ചു. ആരൊക്കെയോ ചേർന്ന് എന്റെ ഡാഡിയെ തോൽപ്പിച്ചു. മക്കളെ ഇത്രയധികം സ്നേഹിച്ച മറ്റൊരു ഡാഡിയും ലോകത്തുണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു നിന്റെ ഡാഡി. ആലീസിന് അവളെ ചതച്ചിട്ട് പോയ ശിവനെ വേണമെന്ന് പറഞ്ഞപ്പോ അവനെ അന്വേഷിച്ചു പോലും പോയില്ലേ നിന്റെ ഡാഡി. നിനക്ക് വേണ്ടി ആ പ്രൊഫസറോട് എന്തുമാത്രം പടവെട്ടി. ഇപ്പോ ഈ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോ മുമ്പിൽ ഡാഡി വന്ന് നിൽക്കാൻ തോന്നുന്നു. ഡാഡിയുടെ വിളി കേൾക്കുന്ന പോലെ. നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് മമ്മിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വാ, നമുക്കകത്തേക്ക് പോവാം. മമ്മി, ഡാഡിയുടെ ജീവനെടുത്തത് ആരായിരുന്നാലും അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് കോടതിയായിരിക്കില്ല, ഞാനായിരിക്കും. ഈ വില്യം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. മമ്മി, ഡാഡിയുടെ ജീവനെടുത്തത് ആരായിരുന്നാലും അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് കോടതിയായിരിക്കില്ല, ഞാനായിരിക്കും. ഈ വില്യം. ഡാഡി അനുഭവിച്ച വേദന ഞാൻ അവർക്ക് കൊടുക്കും. വില്യമാ പറയുന്നേ. എവിടെയായിരുന്നടി ഇതുവരെ? പറയടി, എവിടെയായിരുന്നു? നിന്റെ ഈ കള്ളക്കരച്ചിൽ ഇന്നോട് തീർക്കും ഞാൻ. പറയടി, ആരുടെ കൂടെ ആയിരുന്നു നീ ഇതുവരെ? പറ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു കയറാതെ സത്രോ? പറയടി, എവിടെയായിരുന്നു ഇതുവരെ? ഈശ്വര, ഇതെന്താ പോലീസ്? സുകുമാരന്റെ വീടല്ലേ ഇത്? അതെ. അയാളുണ്ടോ ഇവിടെ? നിങ്ങള് സുകുമാരന്റെ അമ്മയാണോ? അതെ.
സുകുമാരനാണോ കല്യാണി വന്ന വിവരം സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത്? അല്ല, എന്റെ മരുമോനാ ഭദ്രൻ. എപ്പോഴാ അവള് തിരിച്ചു വന്നത്? ഇന്നലെ രാത്രി. അതറിയാം. എത്ര മണിക്ക്? ഒരു 10 മണിയായി കാണും. അവൾ എവിടെയായിരുന്നു എന്നാ പറഞ്ഞത്? അതറിയില്ല സാർ. അതെന്താ, നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ പറഞ്ഞില്ല അല്ലേ? ഹ്. എങ്ങനെ പറയും? അവൾ അകത്തുണ്ടോ? ആ. എവിടെ തന്റെ ഭാര്യ? എന്താ സാർ? ആ, ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കാൻ അല്ലടി. ഇറങ്ങടി കൂട്ട്. അയ്യോ, എന്താ? എന്താ സാർ കാര്യം? എന്തിനാ ഇവിടെ? വിശേഷമൊക്കെ അങ്ങ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞോളാം. ആ, ആ. അല്ല, അത് എന്തിനാ ഇവിടെ കൊണ്ടുപോകുന്നത്? ഇവളെ ഒന്ന് നഗരി കാണിക്കാൻ കൊണ്ടുപോവാ. കാണാതായവളെ കണ്ടു കിട്ടിയെന്ന് നാട്ടുകാരോടൊന്ന് അറിയട്ടെ. എന്താ താ വരുന്നോ? സാർ, എന്തിനാ ഇവിടെ കൊണ്ടുപോകണമെന്ന് പറയണം. അല്ലാതെ ഒരു കാരണമില്ലാതെ. കാരണം തനിക്ക് അറിയണം അല്ലോ. എന്നാ കേട്ടോ, ഇവളെ കൊണ്ടുപോകുന്നതേ അലക്സാണ്ടർ പേട്ടയെ കൊന്ന കുറ്റത്തിന്. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. സുഗേട്ട, എന്നെ വിശ്വസിക്ക് സുഗേട്ട. ഞാൻ ആരെയും കൊന്നിട്ടില്ല സുഗേട്ട. ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊന്നില്ലെന്ന് പറ സുഗേട്ട. അനുസരിക്കത്തില്ല. ആരെയും കൊന്നിട്ടില്ല. അമ്മേ. എന്നെ കൊണ്ടുപോകല്ലേ. സുഗേട്ട. അമ്മേ. കൊണ്ടുവല്ലേ. എന്നെ കൊന്നിട്ടില്ല. അമ്മേ, ഇത് പാക നാശായല്ലോ. ഇനി അവൾക്കങ്ങനെ പങ്ക് കാണുമോ? ആർക്കറിയാം. എന്തായാലും അയാൾ മരിച്ച രാത്രിയില് അവൾ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇനി എന്തെല്ലാം പുലിവാനാണ് ഈശ്വരൻ ഉണ്ടാവാൻ പോണത്. അന്നേ അവൾ ഇറക്കി വിടാൻ പറഞ്ഞത് അവൻ കേട്ടിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ട ഗതികേട് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എങ്ങനാ നീ അലക്സച്ചായനെ കൊന്നത്? പറയടേ. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യം പറയടേ, നീയല്ല അച്ചായനെ കൊന്നത്? അല്ല സർ, ഞാൻ കൊന്നിട്ടില്ല. സത്യമാ ഞാൻ പറയുന്നത്. നീയല്ലാതെ പിന്നെ ആരാടി? പറയടി. എനിക്കറിയില്ല സർ. പ്ലീസ്, എനിക്കൊന്നും അറിയില്ല സർ. കൈക്ക് വെറുതെ പണിയുണ്ടാക്കാതെ സത്യം പറയാൻ നിനക്ക് നല്ലത്. പറയടി. സത്യം ഞാൻ പറയുന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കറിയില്ല അയാൾ ആരെ കൊന്നത്. എങ്കിൽ പിന്നെ അലക്സാണ്ടർ മരിച്ച രാത്രി നീ എവിടെയായിരുന്നു? പറയടി, എവിടെയായിരുന്നു? പറയാൻ ഇവ പറയില്ലല്ലേ? പറയിപ്പിക്കുന്നതിനെ കൊണ്ട് ഞാൻ ജാനകി. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പറയടി, എടി പറയാൻ. നീ പറയില്ലോ അല്ലേ? പറയടി, പറയാനാ മതി. നീ പറയില്ലോ അല്ലേ? മര്യാദക്ക് പറയുന്ന നിനക്ക് നല്ലത്. പറയടി, പറയാനാ പറഞ്ഞത്. പറയില്ല നീ.
പറയടി, പറയാൻ. ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛൻ്റെ അടുത്തുനിന്ന് വീട്ടിലേക്ക് പോവുമായിരുന്നു. ഒന്നുകളെയും സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇറങ്ങി വാടി ഇങ്ങോട്ട്. അടക്കടി മടക്കടി ഇങ്ങോട്ട്. മടക്കടി. മര്യാദക്ക് നടക്കുന്നതാണ് നല്ലത്. മടക്കടി ഇങ്ങോട്ട്. വാടി ഇങ്ങോട്ട് വാടി. ഇരിക്കടിയോടെ മിണ്ടിപ്പോരുത്. ഒന്നോളെ ഞാൻ മിണ്ടോ ഇരിക്കടി. വെറുതെ കിടന്ന് അലറണ്ട. ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരു കുഞ്ഞു പോലും വരില്ല. അയ്യോ